നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. യുഎഇയിലെ കനത്ത മൂടൽമഞ്ഞ് വിമാന സർവീസുകളെ അവതാളത്തിലാക്കുന്നു. മുഴുവൻ വിമാനങ്ങളും സർവീസ് നടത്തുന്നത് സമയം വൈകി. കേരളത്തിലേക്കുള്ള വിമാനങ്ങളുടെ സർവീസും മണിക്കൂറുകൾ വൈകുന്നു. ഉക്രൈനിൽ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുണ്ടാക്കിയ ധാരണ പാളി. രാജ്യത്ത് രക്തരഹിത അട്ടിമറിയെന്ന റിപ്പോർട്ട്. പ്രതിപക്ഷ പ്രക്ഷോഭകർ പാർലമെന്റും പ്രസിഡന്റിന്റെ വസതിയും പിടിച്ചെടുത്തു. പ്രസിഡന്റിനെ കാണാനില്ലെന്നും റിപ്പോർട്ട്. എന്നാൽ താൻ നാടുവിട്ടിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രസിഡന്റ് യാനുക്കോവിച്ച് രംഗത്ത്. അൽ ജസീറ ചാനൽ ഓഗസ്റ്റ് 27 പ്രതിഷേധ ദിനമായി ആചരിക്കും. ദിനാചരണം ഈജിപ്തിൽ തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ വിചാരണ നീളുന്നതിൽ പ്രതിഷേധിച്ച്. അമൃതാനന്ദമയ്ക്കെതിരായ ആരോപണങ്ങൾ സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അമൃതാനന്ദമയി നൽകിയ സേവനങ്ങൾ വിസ്മരിക്കരുതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് VM സുധീരൻ. മഠം ഒരു തുറന്ന പുസ്തകമാണെന്ന് അമൃതാനന്ദമയി. കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിനു വേണ്ടി മഠം അനധികൃതമായി 15 ഏക്കർ നെൽവയൽ നികത്തി. സരിത എസ് നായർ നാളെ മാധ്യമങ്ങളെ കണ്ടേക്കും. സരിതയെ രഹസ്യകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടില്ലെന്ന അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ. ജാമ്യത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ തിരക്കഥയെന്ന് പിണറായി വിജയൻ. വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. വിശദമായ വാർത്തയിലേക്ക്. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് വിമാന സർവീസുകൾ അവതാളത്തിലാക്കി. ഇതേ തുടർന്ന് ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മുഴുവൻ വിമാനങ്ങളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ മണിക്കൂറുകൾ വൈകിയാണ് പുറപ്പെടുക. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ദുബായ്, ഷാർജ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണ്. ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ കേരളത്തിലെത്താൻ മണിക്കൂറുകൾ വൈകും. ഷാർജ കൊച്ചി എയർ അറേബ്യ 5 മണിക്കൂറും ദുബായ് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് 7 മണിക്കൂറും വൈകിയാണ് പുറപ്പെടുക. മൂടൽമഞ്ഞു മൂലം മിക്ക വിമാന സർവീസും അവതാളത്തിലാണ്. UAE സമയം രാത്രി 7:45 കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് പുലർച്ചെ 2:30 മാത്രമേ യാത്ര തിരിക്കൂ. ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഉച്ചയ്ക്ക് 1:10 പോകേണ്ട എയർ അറേബ്യ വിമാനം വൈകുന്നേരം 6 തിരിച്ചത്. രാവിലെ കോഴിക്കോട് നിന്ന് ഷാർജയിലേക്ക് തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിലാണ് ഇറക്കിയത്. കൊച്ചി വിമാനം ഫുജൈറയിൽ ഇറക്കേണ്ടി വന്നു. രാവിലെ ദുബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയ 2 എമിറേറ്റ്സ് വിമാനങ്ങളും വൈകി. മൂടൽമഞ്ഞ് ഞായറാഴ്ചയും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ദേശീയ വിമോചന ദിനങ്ങളുടെ ഭാഗമായി കുവൈത്ത് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വൻ തിരക്ക്. അവധിക്കാലത്ത് 2,30,000 യാത്രക്കാർ വിമാനത്താവളം ഉപയോഗിക്കും. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ നീളുന്ന 5 തുടർ അവധി ദിനങ്ങൾ വിദേശയാത്രയ്ക്ക് ഉപയോഗപ്പെടുത്തുകയാണ് നല്ലൊരു ശതമാനം സ്വദേശികളും പ്രവാസികളും. അവധി ദിനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ടിക്കറ്റ് നിരക്കിലും വർധനവുണ്ടായി. തുടർച്ചയായി ലഭിക്കുന്ന അവധി ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രവാസികൾ സ്വന്തം നാടുകളിലേക്കും സ്വദേശികൾ ദുബായ്, ഇസ്തംബൂൾ, ജിദ്ദ, മിഷ്ഹത്ത് തുടങ്ങി സമീപ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകുന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. അതോടൊപ്പം ഇത്തവണ ഫെബ്രുവരി സീസണിൽ കുവൈത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതും വിമാനത്താവളത്തിലെ തിരക്കിന് കാരണമായിട്ടുണ്ട്. ഞായർ മുതൽ ശനി വരെ 2,30,000 യാത്രക്കാർ കുവൈത്ത് വിമാനത്താവളം ഉപയോഗിക്കുമെന്നും അടുത്ത വാരം കുവൈത്തിലേക്കും തിരിച്ചും 1,126 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തതായും എയർപോർട്ട് ഓപ്പറേഷൻ മാനേജർ ഇസ്ലാം അൽ സാമിൽ അറിയിച്ചു. ആഘോഷവേളയിൽ കുവൈത്തിൽ വിമാനമിറങ്ങുന്ന യാത്രക്കാരെ ദേശീയ പതാക, ബാഡ്ജുകൾ, റോസാപുഷ്പങ്ങൾ എന്നിവ നൽകിയാകും സ്വീകരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഉക്രൈനിൽ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുണ്ടാക്കിയ ധാരണ പാളി. ഉക്രൈനിൽ രക്തരഹിത അട്ടിമറിയെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭകർ പാർലമെന്റും യാനുക്കോവിച്ചിന്റെ വസതിയും പിടിച്ചടക്കി. അതിനിടെ യാനുക്കോവിച്ചിനെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ താൻ നാടുവിട്ടിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രസിഡന്റ് യാനുക്കോവിച്ച് തന്നെ രംഗത്തെത്തി. രാജ്യത്ത് 3 മാസത്തോളമായി തുടരുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഇന്നലെ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നാണ് രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ച് പ്രതിപക്ഷവുമായി ഒത്തുതീർപ്പിന് തയ്യാറായെങ്കിലും യാനുക്കോവിച്ചിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തിപ്പെടുത്തുകയായിരുന്നു. പാർലമെന്റും പ്രസിഡന്റിന്റെ വസതിയും പ്രക്ഷോഭകർ പിടിച്ചടക്കി. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ മധ്യസ്ഥതയിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. രാജ്യത്ത് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്നും യാനുക്കോവിച്ച് അറിയിച്ചു. പ്രതിപക്ഷത്തെ ഉൾപ്പെടുത്തി ഇടക്കാല സർക്കാരിന് രൂപം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു.
പ്രസിഡന്റിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക, ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുക തുടങ്ങി പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും യാനുകോവിച്ച് അറിയിച്ചിരുന്നു. ഇരുവിഭാഗവും തമ്മിലുണ്ടാക്കിയ ഉടമ്പടികളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളായി രാജ്യത്ത് തുടരുന്ന പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടാകുമെന്നായിരുന്നു യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് മെയ് 25-നകം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി 24 മണിക്കൂറിനകം രാജ്യം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇതിനിടെ പ്രസിഡന്റിനെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ടായി. എന്നാൽ താൻ നാടുവിട്ടിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രസിഡന്റ് യാനുകോവിച്ചിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാസങ്ങളായി തുടരുന്ന പ്രക്ഷോഭത്തിൽ നിരവധി ആളുകളാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്തിൽ തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ വിചാരണ അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 27-ന് അൽ ജസീറ ചാനൽ ആഗോള പ്രതിഷേധ ദിനമായി ആചരിക്കും. ചാനലിലെ 3 മാധ്യമപ്രവർത്തകരുടെ വിചാരണ കഴിഞ്ഞ ദിവസം നടക്കേണ്ടതായിരുന്നു. എന്നാൽ ഈജിപ്ത് കോടതി വിചാരണ മാർച്ച് 5-ലേക്ക് നീട്ടിയിരുന്നു. അൽ ജസീറ ചാനലിലെ മാധ്യമപ്രവർത്തകരായ മുഹമ്മദ് ഫഹ്മി, പീറ്റർ ഗ്രസ്റ്റ്, ബാഹിർ മുഹമ്മദ് എന്നിവരാണ് കഴിഞ്ഞ ഡിസംബർ 29 മുതൽ ഈജിപ്തിലെ പട്ടാള ഭരണകൂടത്തിന്റെ തടവിൽ കഴിയുന്നത്. ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും മുസ്ലിം ബ്രദർഹുഡിനെ സഹായിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു അറസ്റ്റ്. എന്നാൽ തങ്ങളുടെ ജീവനക്കാർക്കെതിരെയുള്ള പട്ടാള ഭരണകൂടത്തിന്റെ ആരോപണങ്ങളെ അൽ ജസീറ ചാനൽ നിഷേധിച്ചിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കത്തെ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയ ചാനൽ മേധാവികൾ ഈജിപ്തിൽ ഇപ്പോൾ നടക്കുന്നത് മാധ്യമ വിചാരണയാണെന്നും ആരോപിച്ചു. തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ വിചാരണ കഴിഞ്ഞ ദിവസവും പട്ടാള കോടതി മാറ്റിവെച്ചതോടെയാണ് ഓഗസ്റ്റ് 27-ന് ആഗോള പ്രതിഷേധ ദിനമായി ആചരിക്കാൻ അൽ ജസീറ ചാനൽ ആഹ്വാനം ചെയ്തത്. മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇപ്പോൾ തന്നെ സജീവമാണ്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. സാൽമിയയിൽ ATM മെഷീൻ കവർച്ച നടത്താൻ ശ്രമിച്ച കേസിലെ 3 പ്രതികളെ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടി. ആഴ്ചകൾക്ക് മുമ്പാണ് സാൽമിയയിൽ ATM കവരാനുള്ള ശ്രമം നടന്നത്. അർദ്ധരാത്രി പ്രത്യേക സാമഗ്രികൾ ഉപയോഗിച്ച് ATM കുത്തിത്തുറക്കുന്നതിനിടെ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതോടെ വാഹനത്തിൽ രക്ഷപ്പെട്ട പ്രതികളെ രഹസ്യാന്വേഷണ സംഘമാണ് വലയിലാക്കിയത്. ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് പ്രതികളെ രഹസ്യാന്വേഷണ സംഘം വലയിലാക്കി. ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് പ്രതികൾ മോഷ്ടിച്ച വാഹനവും കണ്ടെടുത്തിട്ടുണ്ട്. UAE-യിലെ വിപുലീകരണ ജോലികൾ പുരോഗമിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിന്റെ ഒരു ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഷാർജ നാഷണൽ പെയിന്റ്സ് വഴി അജ്മാനിലേക്ക് പോകുന്ന ഭാഗമാണ് ഇന്ന് തുറന്നത്. ഇതിന്റെ വിപരീത ദിശയിൽ ദുബൈയിലേക്ക് പോകുന്ന ഭാഗം 2 ആഴ്ചക്കകം തുറക്കും. 5 ലൈനുകൾ കൂടി വർദ്ധിപ്പിച്ചാണ് റോഡ് വിപുലീകരിക്കുന്നത്. 3 പാലങ്ങളും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. മണിക്കൂറിൽ 7500 വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയുന്ന വിധമാണ് വിപുലീകരണം. ദുബൈ, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ എമിറേറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് ഹൈവേയാണിത്. ദേശീയ ആഘോഷങ്ങൾക്കായി കുവൈറ്റ് ഒരുങ്ങി. നാടെങ്കും അലങ്കാരങ്ങൾ. രാജ്യവ്യാപകമായി 44,000 ദേശീയ പതാകകളാണ് ഇത്തവണ ദേശീയ വിമോചന ദിനങ്ങളുടെ ഭാഗമായി നാട്ടിയത്. ദേശീയ വിമോചന ദിനങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുവൈത്ത് തെരുവുകളും വ്യാപാര കേന്ദ്രങ്ങളും കൊടിതോരണങ്ങളാൽ അലങ്കൃതമായി കഴിഞ്ഞു. രാജ്യവ്യാപകമായി റോഡുകൾ, പാലങ്ങൾ, ചത്തുരങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയിടങ്ങളിൽ കുവൈത്ത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം 44,000 ദേശീയ പതാകകൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും നാട്ടിയ കൊടികൾക്ക് പുറമെയാണിത്. ജനുവരി 28-ന് ബയാൻ പാലസിൽ അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് ഔദ്യോഗികമായി പതാക ഉയർത്തിയതോടെയാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പതാക നാട്ടൽ ആരംഭിച്ചത്. പതിവ് പോലെ ഇത്തവണയും ദേശീയ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ റോഡുകളിലും പാലങ്ങൾക്ക് മുകളിലുള്ള പതാക നാട്ടാനുള്ള പ്രത്യേക തൂണുകളിലും മിനുക്കുപണികൾ നടത്തിയിരുന്നു. പതാകകളും ആശംസാ ബോർഡുകളും സ്ഥാപിക്കാൻ മുന്നോട്ട് വരുന്ന സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ യാത്രക്കാർക്കും വാഹനമോടിക്കുന്നവർക്കും കാഴ്ചക്ക് തടസ്സം നേരിടാത്ത വിധമായിരിക്കണം അവ സ്ഥാപിക്കേണ്ടതെന്ന് ദേശീയ ദിനാഘോഷങ്ങൾക്കായുള്ള സമിതിയുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി അഹമ്മദ് അൽ ബക്കീത്ത് ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക കൈകാര്യം ചെയ്യുമ്പോൾ പതാകയെ അനാദരിക്കുന്ന തരത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പച്ചനിറം മുകളിലും ചുവപ്പ് ഏറ്റവും അടിയിലും വരുന്ന തരത്തിലായിരിക്കണം പതാക ഉയർത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ ചാൾസ് രാജകുമാരൻ സന്ദർശനത്തിനായി എത്തി. സൗദിയും ഖത്തറും സന്ദർശിച്ചതിനു പിന്നാലെയാണ് അദ്ദേഹം ബഹ്റൈനിൽ എത്തിയത്. കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ ചാൾസ് രാജകുമാരനെ സ്വീകരിച്ചു. ബഹ്റൈൻ രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്ന് കൂടുതൽ പദ്ധതികൾ ബഹ്റൈനിലെത്തുന്നു. പ്രശസ്ത പോളിസ്റ്റർ നിർമ്മാതാക്കളായ ഇന്ത്യയിലെ JBF ഇൻഡസ്ട്രീസ് ബഹ്റൈനിൽ സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ വ്യവസായം തുടങ്ങും. $20 മില്യൺ പദ്ധതിയാണിത്. സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ കെംകോ ഗ്രൂപ്പും തയ്യാറായിട്ടുണ്ട്.
ബാങ്കിംഗ് മേഖലയിൽ ശില്പശാലകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് ബഹ്റൈൻ അസോസിയേഷൻ ഓഫ് ബാങ്ക്സും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കരാറിൽ ഒപ്പുവെച്ചു. UAE-യിൽ വ്യക്തിഗത നികുതി ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ധനകാര്യമന്ത്രിയും ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. അതേസമയം ഫെഡറൽ മന്ത്രാലയങ്ങൾ കൊണ്ടുവന്ന പുതിയ ചില സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യത്തിന് ഹാനികരമായ പല ഉൽപ്പന്നങ്ങൾക്കും ചരക്കുകൾക്കും നികുതി ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താൻ മറ്റ് GCC രാജ്യങ്ങളുമായി ചർച്ച പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കമ്പനികൾക്ക് മേൽ നികുതി ഏർപ്പെടുത്തിയാൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് പഠന റിപ്പോർട്ട് മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഷെയ്ഖ് ഹംദാൻ വിശദീകരിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിനോജ് ഷംസുദ്ദീൻ ഉണ്ട് ദുബായിൽ നിന്നും. ഷിനോജ്, ദുബായ് ഉപഭരണാധികാരിയുടെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണിത്. അല്പം മുമ്പ് UAE-യുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വ്യക്തികൾക്കും വ്യാപാരത്തിനും നികുതി ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് UAE ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളുടെയും പ്രത്യേകത. ഇപ്പോ വ്യക്തികൾക്ക് നികുതി ഇല്ല എന്ന് വ്യക്തമാക്കുമ്പോൾ കമ്പനികൾക്ക് മേലുള്ള നികുതിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പഠന റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അതേസമയം എന്തായാലും പുകയില ഉൾപ്പെടെ ആരോഗ്യത്തിന് ഹാനികരമായ പല ഉൽപ്പന്നങ്ങൾക്കും UAE-യിലെ ഉടനെ നികുതി പ്രതീക്ഷിക്കാം. സായി, ഷിനോജ് ഷംസുദ്ദീനാണ് ഞങ്ങളുടെ പ്രതി വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. മസ്കത്തിലെ ഗാലയിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം പുനലൂർ സ്വദേശി അസീസിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. രാവിലെ 6:30 ഒമാൻ എയർ വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമെന്ന് ഒമാൻ കേരള മുസ്ലിം അസോസിയേഷൻ ചെയർമാൻ യൂസഫ് സലീം, സാമൂഹിക പ്രവർത്തകൻ മനോജ് ഉറുക്കുന്ന എന്നിവർ അറിയിച്ചു. മികച്ച പ്രവാസി സാമൂഹിക പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ വാഗൺ ട്രാജഡി സ്മാരക പുരസ്കാരത്തിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. ടീം തിരൂർ UAE ആണ് 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ ഈ മാസം 28-ന് മുൻപ് കൺവീനർ അവാർഡ് നിർണയ സമിതി PB നമ്പർ 124789 എന്ന വിലാസത്തിൽ ലഭിക്കണം. വിവരങ്ങൾക്ക് 05038214998 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UAE-യിൽ വീണ്ടും പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തു. അജ്മാൻ ഖലീഫ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്കാണ് H1N1 വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പാകിസ്ഥാൻ സ്വദേശിനിയായ ഇവർ ഉംറ നിർവഹിച്ച് ജോലിക്ക് തിരിച്ചെത്തിയതായിരുന്നു. ഇവർ 7 മാസം ഗർഭിണിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിലെ മലയാളി ലാബ് ടെക്നീഷ്യൻ പന്നിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. രുചിവൈവിധ്യത്തിന്റെ ഉത്സവമൊരുക്കി അൽഗോബാർ ഇന്ത്യ ഗാർഡനിൽ തുടരുന്ന ഫുഡ് ഫെസ്റ്റിവലിന് മികച്ച പ്രതികരണം. ലുലുമാളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ലൈഫ് സ്റ്റൈൽ റെസ്റ്റോറന്റായ ഇന്ത്യ ഗാർഡൻ 1ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. മാർച്ച് 18 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ ചൈനീസ്, തായ്, നോർത്ത് ഇന്ത്യൻ, കേരള വിഭവങ്ങളുടെ വൈവിധ്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യ 10 ദിവസം കബാബ് ബിരിയാണിയാണ് വിഭവങ്ങളായി ഉണ്ടാവുക. കൂടാതെ കപ്പ, മീൻകറി, ഇത്താത്തപ്പത്തിരി, ബീഫ്, നെയ്ച്ചോർ തുടങ്ങി മലയാളിയുടെ ഇഷ്ടഭക്ഷണങ്ങളും ഉണ്ടായിരിക്കും. പ്രവാസികൾക്ക് ഗൃഹാതുരത പകരുന്ന മലബാറിന്റെ തനത് വിഭവങ്ങളും പലഹാരങ്ങളും മേളയുടെ ഭാഗമായി ലഭ്യമാകും. 3 പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയമുള്ള ഷെഫ് അലിയുടെ മേൽനോട്ടത്തിലാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. ആത്മവിശ്വാസത്തോടെ എങ്ങനെ പരീക്ഷ എഴുതാം എന്ന വിഷയത്തിൽ സിജി സലാലയിൽ ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ ദബാബിഷ് ഭട്ടാചാര്യ ക്ലാസ് എടുത്തു. പരീക്ഷാ പേടി എന്ത്, എങ്ങനെ രൂപപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ആത്മവിശ്വാസത്തോടെ എങ്ങനെ പരീക്ഷയെ നേരിടാം എന്നതിനാവശ്യമായ വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തു. സിജി സലാല ചാപ്റ്റർ ചെയർമാൻ VS സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖത്തറിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. തിരൂർ പുറത്തൂർ മുത്തന്നൂർ CK ഹൗസിൽ CK ജസീറാണ് ഖത്തറിലെ വക്രയിൽ മരണപ്പെട്ടത്. 36 വയസ്സായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് സഹോദരൻ അറിയിച്ചു. മലർവാടി ഖത്തർ ഘടകം മലബാർ ഗോൾഡുമായി സഹകരിച്ച് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 7300 കുട്ടികൾ പങ്കെടുത്തു. ദോഹയിലെ അൽ അറബി സ്പോർട്സ് ക്ലബ്ബിലാണ് പരിപാടി നടന്നത്. ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത്. ഖത്തർ ഗവൺമെന്റിന്റെ പിന്തുണയോടെ നടന്ന പരിപാടി നിയന്ത്രിക്കാൻ വനിതകളടക്കം 200-ലധികം വളണ്ടിയർമാർ സേവനമനുഷ്ഠിച്ചു. 4 വിഭാഗങ്ങളിലായി 7000-ലധികം കുട്ടികൾ മത്സരത്തിനെത്തിയതായി സംഘാടകർ അറിയിച്ചു. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നായി കുട്ടികൾ മാറ്റുരയ്ക്കുന്നുണ്ട്. കൂടാതെ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഒരു പരിധിവരെ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഈ മത്സരത്തിനായി വന്നെത്തിയിട്ടുണ്ട്. കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലെ കുട്ടികൾ പെയിന്റിംഗിലും കളറിംഗ് മത്സരത്തിലും മികച്ച നിലവാരം പുലർത്തി. വിവിധ രാജ്യക്കാരായ കുട്ടികൾ പങ്കെടുത്ത മത്സരം രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി മാറി.
It is a very good competition. It encourages students to participate on a large scale and ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷന് എൻ്റെ മോള് പങ്കെടുക്കുന്നത്. രാവിലെ മുതൽ തന്നെ രക്ഷിതാക്കളോടൊപ്പം വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ അൽ അറബി സ്പോർട്സ് ക്ലബ്ബിലെത്തിയിരുന്നു. ഇത് എനിക്ക് ആദ്യമായിട്ടാണ് അന്ന് ഈ കളറിംഗ് മത്സരത്തിൽ വന്നിരുന്നു. മലർവാടി ഖത്തർ ഘടകം മലബാർ ഗോൾഡുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ വിജയികൾക്ക് സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് നൽകിയത്. പ്രവാസ ലോകത്തെ കുരുന്നുകളുടെ ഏറ്റവും വലിയ മഹോത്സവത്തിനാണ് ദോഹയിലെ അൽ അറബി സ്പോർട്സ് ക്ലബ്ബ് ഇന്ന് വേദിയായത്. 7000-ൽ പരം കുരുന്നുകൾക്കൊപ്പം ആയിരക്കണക്കിന് രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു. ദോഹയിലെ അൽ അറബി സ്പോർട്സ് ക്ലബ്ബിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. അപേക്ഷകരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന് ബഹ്റൈനിലെ 4 സർക്കാർ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. കത്തീഫിലെ തോട്ടത്തിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന ആരംഭിച്ചു. മൃതദേഹത്തോടൊപ്പം കണ്ടെത്തിയ ഇഖാമയുടെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും അടിസ്ഥാനത്തിൽ മലയാളിയെന്ന് കരുതുന്ന ഒരാളായ കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ ഷാജഹാന്റെ സഹോദരനെ വിളിച്ചുവരുത്തിയാണ് DNA പരിശോധനയ്ക്കായി രക്തസാമ്പിൾ ശേഖരിച്ചത്. അബഹയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ മഹയിലെ താബൂക്ക് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിസാമിനെയാണ് കത്തീഫ് പോലീസ് വിളിച്ചുവരുത്തിയത്. ഷാജഹാന്റെ ഇളയ സഹോദരനാണ് ഇയാൾ. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തിയ നിസാമിന്റെ രക്തസാമ്പിളും വിരലടയാളവും ശേഖരിച്ചു. 4 വർഷത്തോളം പഴക്കമുള്ള മൃതദേഹ ഭാഗങ്ങളിൽ നിന്ന് ആളിനെ കൃത്യമായി തിരിച്ചറിയാൻ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അന്വേഷണത്തിൽ ഷാജഹാന്റെ 2 സഹോദരങ്ങൾ സൗദിയിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. 5 മൃതദേഹങ്ങളാണ് കത്തീഫിലെ ആളൊഴിഞ്ഞ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇതിൽ കല്ലമ്പലം, പറകുന്ന്, നാവായിക്കുളം, ഉദകിവിള സലീം, കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ ഷാജഹാൻ എന്നിവരുടെ തിരിച്ചറിയൽ രേഖകൾ മൃതദേഹത്തോടൊപ്പം കണ്ടെത്തിയതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കേസുമായി ബന്ധപ്പെട്ട് സ്വദേശികളും മലയാളികളും ഉൾപ്പെടെ 8ഓളം പേരെ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചതായി നിസാം പറഞ്ഞു. കണ്ടെത്തിയ മൃതദേഹങ്ങളിലൊന്ന് കന്യാകുമാരി കൽക്കുളം വില്ലുകുറി ഫാത്തിമ സ്ട്രീറ്റിൽ ലാസറിന്റേതാണെന്ന് കരുതുന്നു. 4 വർഷത്തിന് മുമ്പ് കാണാതായവരെക്കുറിച്ചുള്ള പരാതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതാണ് ഈ പേര്. പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി ഇയാളുടെ പാസ്പോർട്ട് രേഖകൾ കണ്ടെത്തുകയും നാട്ടിൽ അന്വേഷണം നടത്തുകയുമായിരുന്നു. കൽക്കുളത്തെ ക്രിസ്ത്യൻ പള്ളികളിൽ ലാസറിന്റെ പേര് നൽകി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ വിവരങ്ങൾ ലഭ്യമാകാൻ സഹായിച്ചത്. 2010 മാർച്ച് മാസം വരെ ഇയാൾ നാടുമായി ബന്ധപ്പെട്ടിരുന്നതായി ഭാര്യ അന്നാമേരി പറഞ്ഞു. എത്ര ശ്രമിച്ചാലും സത്യത്തെ ഒളിപ്പിച്ചു വെക്കാനാവില്ലെന്ന ആപ്തവാക്യത്തിന് അടിവരയിട്ടുകൊണ്ട് 4 വർഷത്തിനു മുമ്പ് നടന്ന അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ രഹസ്യച്ചുള്ളികൾ ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. മീഡിയ 1 ടിവിക്ക് വേണ്ടി ദമാമിൽ നിന്ന് ക്യാമറ പേഴ്സൺ KM റഷീദിനോടൊപ്പം സാജിദ് ആറാട്ടുപുഴ. മസ്കറ്റ് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ പരസ്യം പതിക്കാനുള്ള അവകാശം ഔട്ട്ഡോർ പരസ്യവിമൻ JCDCO സ്വന്തമാക്കി. അടുത്ത 10 വർഷത്തേക്കാണ് ഇത് സംബന്ധിച്ച കരാർ. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനിയും JCDCOയും മസ്കത്ത് ഗ്രാൻഡ് ഹയാത്തിലാണ് പരസ്യാവകാശം സംബന്ധിച്ച കരാർ ഒപ്പിട്ടത്. 2 വർഷം മുമ്പ് മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് അവയിൽ പരസ്യം പതിക്കാനുള്ള അവകാശവും നേടിയത് ഇതേ കമ്പനിയാണ്. പുതിയ മസ്കത്ത് സലാല വിമാനത്താവളങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അവിടെ സ്ഥാപിക്കുന്ന പരസ്യപലകകളുടെയും പരസ്യങ്ങളുടെയും നിലവാരം ഉറപ്പുവരുത്താൻ കൂടിയാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനി ചെയർമാൻ ഡോക്ടർ ജുമാ ബിൻ അലി ജുമാ, JCDCO ചെയർമാൻ ജോൺ ചാൾസ് ഡിക്കോ എന്നിവരാണ് കരാറിൽ ഒപ്പിട്ടത്. JCDCO ഒമാനിൽ നടത്തുന്ന 3ാമത്തെ വലിയ നിക്ഷേപമാണിത്. ലോകമെമ്പാടും 4,34,700 പരസ്യ പാനലുകൾ സ്വന്തമായുള്ള JCDCO ലോകത്തെ ഏറ്റവും വലിയ വാതിൽപ്പുറ പരസ്യ കമ്പനിയാണ്. 150 എയർപോർട്ടുകളുമായി ഇവർക്ക് കരാറുണ്ട്. മീഡിയ 1 മസ്കത്ത്. Al-Manama Business News brought to you by Al-Manama. Al-Manama Supermarkets. Moments of value shopping. എയർ ഹോസ്റ്റസിനോട് അപമര്യാദയായി പെരുമാറിയ താരങ്ങളോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് പറഞ്ഞു. അതിനിടെ യാത്ര മുടങ്ങിയെന്നാരോപിച്ച് ക്രിക്കറ്റ് താരങ്ങൾ നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു സംഭവം.
ഇന്ന് ഹൈദരാബാദിൽ നടന്ന ഭോജ്പുരി ദബാങ്സുമായുള്ള മത്സരത്തിനായി ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു താരങ്ങൾ. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സുരക്ഷാ നിർദ്ദേശം നൽകുന്നതിനിടെ താരങ്ങൾ എയർ ഹോസ്റ്റസിനോട് അപമര്യാദയെ പെരുമാറുകയായിരുന്നു. ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് മുഴുവൻ താരങ്ങളെയും പൈലറ്റ് ഇറക്കിവിട്ടു. തങ്ങളുടെ യാത്ര മുടക്കിയെന്നാരോപിച്ച് കേരള സ്ട്രൈക്കേഴ്സ് താരങ്ങൾ വിമാന കമ്പനിക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സംഘടനാ തലത്തിൽ തന്നെ വിശദീകരണം ആവശ്യപ്പെടുമെന്ന് അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് അറിയിച്ചു. ജീവനക്കാരുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ടീം മാനേജർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ആകാശയാത്രയിൽ മാന്യമായി പെരുമാറാൻ മലയാളി എന്നു പഠിക്കും. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു സാമൂഹ്യ പ്രവർത്തകൻ റഫീഖ് എരോത്ത്. അദ്ദേഹം ദുബായിൽ നിന്ന് സ്കൈപ്പ് വഴി ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം എയർ ട്രാവൽ കൺസൾട്ടന്റും ആയ സഫദ് ബാബു, അദ്ദേഹം കുവൈത്തിൽ നിന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കും. ആദ്യം ശ്രീ റഫീഖ് ഐരോത്ത്, ഇന്നലെ അമ്മ സ്ട്രൈക്കേഴ്സ് കേരള താരങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, എയർപോർട്ടിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ അവരുടെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ചതായിരുന്നു. ഒരുപക്ഷെ സിനിമാ താരങ്ങളാണ് അമ്മ സ്ട്രൈക്കേഴ്സിലുള്ളവരൊക്കെ, അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ കൃത്യമായ വിലയും അറിയപ്പെടുന്നവരുമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു പ്രതികരണമാണോ ഇന്നലെ ഉണ്ടായത്? തീർച്ചയായും എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും നമ്മൾ താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന താരങ്ങളുടെ സ്വഭാവമാണ്, അല്ലാതെ തറ സ്വഭാവമല്ല. ഇത് വളരെ മ്ലേച്ഛമായ ഒരു രീതിയിലാണ് അവർ പെരുമാറിയിരിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത പ്രകാരം. കാരണം പ്രത്യേകിച്ചും ഈ താരങ്ങളെ ഇഷ്ടപ്പെടുന്ന യാത്രക്കാർ വേറെ ഉണ്ടാവുമ്പോൾ താരങ്ങളെ വെറുതെ ഒരു കുറ്റം പറഞ്ഞ് അവരെ പുറത്തിറക്കി വിടുക എന്നുള്ളത് സ്വാഭാവികം അവിടെ നടക്കാൻ സാധ്യത ഇല്ലാത്തൊരു വിഷയമാണ്. പക്ഷെ ഇത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എന്താന്ന് പറഞ്ഞാല് താരങ്ങളെ എന്താ പറയാ ഇത്തരം മോശമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിന്റെ പേരിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. അത് നമ്മളെ സംസ്കാരത്തിന് തന്നെ യോജിച്ചതല്ല. പ്രത്യേകിച്ചും പൊതുവെ മലയാളികളുടെ സംസ്കാരം, മലയാളികളുടെ ജീവിത രീതി ഒക്കെ നമ്മൾ അറിയാവുന്നതാണ്. എവിടെയോ നമ്മൾ പേച്ചു പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമ്മൾ മനസ്സിലിട്ടേണ്ടിയിരിക്കുന്നു. റൈറ്റ്, തിരിച്ചു വരാം താങ്കളേക്ക്. സഫദ് ബാബു, ഇന്നലെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് രണ്ട് ഭാഗത്ത് നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്താണ് കൃത്യമായി നടന്നത് എന്നുള്ളത് ഇനി അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുമുള്ളൂ. ദിനേന നിരവധി യാത്രക്കാരുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് താങ്കൾ. മലയാളികൾ എങ്ങനെയാണ് പൊതുവെ ഇത്തരത്തിലുള്ള യാത്രാവേളകളിൽ മാന്യത വിട്ടു പെരുമാറുന്നുണ്ടോ പലപ്പോഴും? ഇതില് എന്താന്ന് വെച്ചാല് രണ്ട് വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ വളരെ മാന്യമായ ഒരു രീതിയിലല്ലാത്ത പെരുമാറ്റമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്താന്ന് വെച്ചാല് ഈ എയർ ഹോസ്റ്റസ് ക്രൂ മെമ്പേഴ്സിനോട് മാന്യമായി പെരുമാറില്ല. അവർ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അൺറൂളി മാനേഡ് ബിഫോർ ടേക്ക് ഓഫ് എന്നാണ്. ഈ അൺറൂളി മാനേഡ് എന്ന് പറഞ്ഞാൽ മാന്യമായില്ലാതെ അവരോട് പെരുമാറി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആളുകളെല്ലാം വളരെ മാന്യമായിട്ട് ഇരിക്കുകയും ആ സമയം ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സമയമാണ്. ആ സമയത്താണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് ഇരുന്ന് വളരെ അച്ചടക്കത്തോടെ ഇന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീങ്ങാറുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് വളരെയധികം മോശമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് സെലിബ്രിറ്റി ടീംസ് എന്ന് പറയുന്നത് അവരൊന്നും ആദ്യമായി യാത്ര ചെയ്യുന്നവരല്ല ഫ്ലൈറ്റിൽ. ഇഷ്ടംപോലെ എത്രയോ തവണ അവർ യാത്ര ചെയ്ത് വളരെ രീതിയിൽ വളരെ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത ആളുകളാണ് ഇവരെല്ലാം. ഇവർക്കൊന്നും ഇത് ആദ്യമായൊരു അനുഭവമല്ല. പക്ഷെ എന്താണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെച്ചാല് അവര് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് ആ ഫ്ലൈറ്റ് അവരുടെ സേഫ്റ്റി ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവര് വളരെ ചിയർഫുൾ ആയിട്ട് കൈകൊട്ടി എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സമയത്ത് എയർ ഹോസ്റ്റസ് വന്നിട്ട് ആരാണ് വിസിൽ ചെയ്തത് എന്നാണ് ചോദിച്ചത് ഇവരോട്. ആ സമയത്ത് എന്തോ മാന്യമായല്ലാത്ത രീതിയിൽ അവരെന്തോ സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇത് വളരെ അഭിനന്ദനീയമാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്രൂ മെമ്പറിന്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് പൈലറ്റിനോട് പറയാനുള്ളത്. ക്യാപ്റ്റനോട് അത് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റന് വളരെ അവരോട് പറഞ്ഞു, നിങ്ങൾ മാപ്പ് എഴുതി കൊടുത്താൽ മതി, എങ്കിൽ ഫ്ലൈറ്റ് നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ ഡിസംബാർക്ക് ചെയ്യും എന്നുള്ളത്. ഈ ഡിസംബാർക്ക് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ക്യാപ്റ്റന്റെ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന ഒരു സംഗതിയാണ്. ക്യാപ്റ്റൻ ആ ഫ്ലൈറ്റ് എടുക്കില്ല, ഇവരെ ഡിസംബാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പാസഞ്ചേഴ്സിനെ ഓഫ്ലോഡ് ചെയ്തതിന് ശേഷമേ ഇവരെ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഫൈനൽ തീരുമാനമാണ്. അതിലപ്പുറത്തേക്ക് തീരുമാനമൊന്നുമില്ല. ഇത് വളരെ നന്നായി ഞങ്ങളൊക്കെ പറയുന്ന പ്രവാസികൾ എന്നുള്ളതിനൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ സംഭവിച്ചുകൊണ്ട് വളരെ ഒരു പ്രശ്നമില്ലാതെ പോയി. ഇതൊരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു പെരുമാറ്റം ഇത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി പേരുകൾ വിസ എക്സ്പയർ ആകുന്നവരുണ്ടാവും, വിസ പ്രശ്നങ്ങളായിട്ട് നടക്കുന്നവരുണ്ട്. ഇവരൊക്കെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഫ്ലൈറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒത്തിരി കുടുംബങ്ങളുടെ പ്രവാസികളുടെ ജീവിതം തന്നെ പ്രശ്നത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകുമായിരുന്നു.
ഇത് ഡൊമസ്റ്റിക്കിലായത് വളരെ നന്നായി എന്നാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു ഇത് പറഞ്ഞത്. ഇവരൊന്നും ആദ്യമായിട്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്നവരല്ല, ദിനേന ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നു ഇത്തരം യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന്? പൊതുവെ മലയാളികൾ ഇങ്ങനെയാണോ? വിമാനയാത്രകളിലും മറ്റും ആഡംബരത അല്പം കൂടുന്നുണ്ടോ മലയാളികൾക്ക് ഇപ്പോൾ? യാത്ര എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഇപ്പൊ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോ സാധാരണ പ്രവാസികളുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാല് വിമാനയാത്രയിൽ തന്നെ ആദ്യം ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മദ്യപിച്ചിട്ടുണ്ടാകും ചില ആളുകളൊക്കെ. അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ഓഫ്ലോഡ് ചെയ്യാറുണ്ട്. അത് കാരണം തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ദിനേന എയർപോർട്ടിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ എയർപോർട്ടിലാണെങ്കിലും ഒക്കെ ദിനേന നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളാണ്. ഒത്തിരി ഓഫ്ലോഡിങ്ങും ഒത്തിരി ഡിസംബർക്കേഷനും നടക്കാറുണ്ട്. അത് കാരണം തന്നെ ഒത്തിരി പ്രവാസികൾ ഒത്തിരി യാത്രക്കാര് വലയുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ കാര്യത്തിൽ. ഇത് തീർച്ചയായിട്ടും നടക്കാൻ പാടില്ലായിരുന്നു. ഇനി ഇത് ഇവരടുത്തൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് DGCAയിൽ ഇത് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്ന DGCAയിൽ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. അവർക്ക് അതുമായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാം. അവർക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ, സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സംഭവിക്കാതെ ഇപ്പൊ ഈ എയറോസസിന് എന്തായാലും ഈ സ്റ്റാൻഡിംഗ് ക്രൂ മെമ്പർക്ക് എന്തായാലും ഇവരോട് പ്രത്യേക മുൻവൈരാഗ്യ ദേശമൊന്നും ഇല്ലല്ലോ ഇതിങ്ങനെ പറയാൻ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ അഭിലഷണീയമാണ്. മലയാളികൾക്ക് തന്നെ മാനിക്കേണ്ട ഒരു സംഭവമാണ്. റൈറ്റ് സഫത് ബാബു, ഞാൻ തിരിച്ചു വരാം. റഫീഖ് ഐരോത്ത്, മലയാള സിനിമയിലെ തന്നെ പ്രഗത്ഭരായ താരങ്ങൾ അവർക്കാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത്. മുമ്പും ഒരുപാട് മലയാളികൾ ദിനേന ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നുണ്ട്. പലപ്പോഴും വിമാനങ്ങളിലെ പെരുമാറ്റം അത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ യോജിച്ച രീതിയിൽ അല്ലാതെയാകുന്നുണ്ട് പലപ്പോഴും. എന്തുകൊണ്ട് മലയാളികൾ യാത്രക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങൾ പ്രകടിപ്പിക്കുന്നു? അങ്ങനെ നമുക്ക് പൊതുവായിട്ടൊരു മലയാളികൾ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരുപക്ഷെ മലയാളം മാധ്യമങ്ങള് മലയാളികളുടെ സ്വഭാവങ്ങളെയും മലയാളികളുടെ ഇത്തരം ദുഷ്പ്രവൃത്തികളെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ പൊതുവെ എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കേരളത്തിലേക്ക് പൊതുവെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ യാത്രക്കിടയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഈ എയർലൈൻസുകളിൽ ഉണ്ടാവുന്ന നോർത്ത് ഇന്ത്യൻ ക്രൂ അവർ പൊതുവെ ഒരു തരം ഒരു പുച്ഛത്തോടെയാണ് പൊതുവെ മലയാളികളെ ട്രീറ്റ് ചെയ്യാറ്. നമ്മളിവിടെ പല പ്രാവശ്യവും എയർ ഇന്ത്യ ആയിട്ട് ടേക്കപ്പ് ചെയ്തൊരു വിഷയമാണ്. കാരണം അവര് കേരളത്തിലേക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും മലയാളികളായിട്ടുള്ള എയർ ഹോസ്റ്റസുമാരെയും അല്ലെങ്കിൽ ക്രൂകളെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വിരളാണ്. ഇത് പൊതുവെ നമുക്ക് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പൊതുവെ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. സൗത്ത് ഇന്ത്യക്കാരോടുള്ള അവരുടെ ഒരു അപ്രോച്ച് എൻറ്റയർലി നെഗറ്റീവാണ്. അത് ഒരു പക്ഷേ ഇതിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും താരങ്ങളുടെ സ്വഭാവം വളരെ മോശമായിപ്പോയി. ഒരു കാരണവശാലും താരങ്ങൾ തറയായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു. അത് എന്ത് തന്നെയാണെങ്കിലും അവരോട് മോശമായിട്ട് പെരുമാറിയാൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള രീതികൾ വേറെ തന്നെയാണ്. പക്ഷെ എന്നാലും അത് ട്രിഗർ ചെയ്തതിനുള്ള ഒരു കാരണം പൊതുവെ മലയാളികൾക്ക് ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇത്തരം ക്രൂകളിൽ നിന്ന് സാധാരണ കണ്ടുണ്ടാവാറുണ്ട്. റൈറ്റ്. ഇപ്പോൾ കമറുദ്ദീൻ എന്ന പ്രേക്ഷകനുണ്ട് ഷാർജയിൽ നിന്ന് പ്രതികരണവുമായി. കമറുദ്ദീൻ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ചർച്ചയിലെടുത്ത് മലയാളികൾ എന്ന് പഠിക്കും എന്ന രീതിയിലാണ്. കാരണം പൊതുവെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും മലയാളി ഈ രീതിയിൽ ഒരിക്കലും പ്രതികരിക്കാറില്ല. കാരണം നമ്മളൊക്കെ സാധാരണ ഫ്ലൈറ്റ് യാത്രക്കാരാണ്. പക്ഷേ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവരൊന്നിച്ചൊരു കൂട്ടമായിട്ട് പോണ സമയത്ത് ഏതോ ഒരാൾ അതിൽ വന്ന ഒരു സമയത്ത് എന്ത് പ്രതികരിച്ചു എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് പൊതുവായിട്ട് മലയാളികൾ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. റൈറ്റ്. വളരെയധികം നന്ദി കമറുദ്ദീൻ പ്രതികരണം അറിയിച്ചതിന്. സഫത് ബാബു, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതികരണം വിമാനത്തിലെ എയർ ഹോസ്റ്റസ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്നും ചിലപ്പോഴെങ്കിലും ചില മോശപ്പെട്ട പ്രതികരണങ്ങൾ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. അവരുടെ ഭാഗത്തും തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന തരത്തിലാണ്. അത്തരത്തിൽ ഉണ്ടാകാറുണ്ടോ എയർ ഹോസ്റ്റസ്മാരുടെയും അല്ലെങ്കിൽ വിമാനത്തിലെ ജീവനക്കാരുടെയും ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മലയാളി യാത്രക്കാർക്ക്? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവര് എപ്പോഴും അവരൊരു സർവീസ് ഓറിയന്റഡ് മൈൻഡാണ് എന്തായാലും ഇവരുടെ ട്രെയിനിങ്ങിന് തന്നെ വരുന്നത്. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പാസഞ്ചറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാസഞ്ചർ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് പ്രതികരിക്കും. അതിന് സംശയമൊന്നുമില്ല. 98% അങ്ങനെ സംഭവിക്കാറില്ല. സംഭവിക്കുന്നത് തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാസഞ്ചർ ചിലപ്പോൾ ഫ്ലൈറ്റിനകത്തുനിന്ന് എന്തെങ്കിലും ചിലപ്പോൾ വല്ല മദ്യം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അല്ലാത്ത രീതിയിൽ ഞങ്ങളങ്ങനെ കേൾക്കാറില്ല ഇതുവരെ എയർ ഹോസ്റ്റസ് മാന്യമല്ലാതെ പെരുമാറിയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്നുള്ളതൊന്നും. എയർ ഹോസ്റ്റസ് മാന്യമായത് പെരുമാറിയാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് അവര് അല്ല ഡിസിഷൻ എടുക്കുന്നത്. അത് നേരെ ക്യാപ്റ്റനോട് തന്നെ കംപ്ലൈന്റ് ചെയ്യുക.
ഈ ക്യാപ്റ്റനാണ് ഈസ് ദ ഡിസിഷൻ മേക്കർ ഹു ഹാസ് ടു ടേക്ക് ദ ഫ്ലൈറ്റ് ഓർ നോട്ട് എന്നത് തീരുമാനിക്കേണ്ട ആള്. അത് ക്യാപ്റ്റന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യമാണ്. അത് അങ്ങനെ സംഭവിക്കാറില്ല എന്നാണ് എന്റെ ഒരു അറിവ്. കാരണം വെച്ചാൽ നമ്മുടെ മിസ്ബിഹേവിയർ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അവർ കുറച്ച് നമ്മളോടുള്ള ലീനിയൻസി കുറക്കും. കാരണം അത് കൂടുതൽ വഷളാവണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവര്. റൈറ്റ്. ശ്രീ റഫീഖ് ഐരോത്ത്, പലവിധ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിൽ. ഒരുപക്ഷെ കൂടുതൽ ആഡംബരതയാകുന്നില്ലേ വിമാനയാത്രകൾ? മദ്യമടക്കമുള്ള വസ്തുക്കൾ വിമാനത്തിൽ വിതരണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ളവ പ്രത്യേകിച്ച് നിർത്തിയാൽ തന്നെ കൂടുതൽ സൗകര്യമാകും വിമാനയാത്ര എന്ന് പറയുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. ഇതില് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് എനിക്ക് തീരെ അഭിപ്രായമില്ല. അന്ന് ഇതില് ഒരു റിയാലിറ്റി എന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഏത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, കേരളത്തിലേക്ക് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ ക്രൂ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആൾക്കാർ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സൗണ്ട് റേസ് ചെയ്തിട്ട് ഇവരെ സൈലൻസ് ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങൾ ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് അത്തരം എന്താ പറയുക, ഇത്തരം മോശമായിട്ടുള്ള പെരുമാറ്റം എയർഹോസ്റ്റസിന് ഉണ്ടാവാറില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് വെറും എയർ ഇന്ത്യ മാത്രമല്ല, ബാക്കിയുള്ള എയർലൈൻസിനും പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. അത് ഒരു പരിധിവരെ നമ്മുടെ ആൾക്കാരുടെ ആ സമയങ്ങളിലുള്ള യാത്രയിലുള്ള ടെൻഷൻ കാരണം ഉണ്ടാകുന്ന സെക്കൻഡ് പെരുമാറ്റങ്ങളും കാരണമാവാം. കാരണം പലപ്പോഴും എന്താ ഉണ്ടാകുന്ന, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടപ്പുറം തന്നെ തൊട്ടപ്പം തന്നെ ഇവര് ലഗേജ് എടുത്ത് ഇറങ്ങി ഓടാൻ തുടങ്ങും. ഒരു പക്ഷേ നാട്ടിലെത്തുന്നുള്ള ഒരു ആകാംക്ഷയും അതിനോടുള്ള വലിയൊരു ഒരു താല്പര്യമൊക്കെ കൊണ്ട് എഴുന്നേറ്റ് പോകുന്നതായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ പൊതുവെ കാണുന്നത് എയർ ഹോസ്റ്റസ്മാര് നമ്മുടെ മലയാളികളെ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ പാസഞ്ചേഴ്സിനെ അത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിട്ടല്ല. റൈറ്റ്. ഇപ്പോൾ മുഹമ്മദ് എന്ന പ്രേക്ഷകനുണ്ട് എറണാകുളത്ത് നിന്ന്. മുഹമ്മദ് പറഞ്ഞോളൂ. ഹലോ മുഹമ്മദ്, കേൾക്കാം, പറഞ്ഞോളൂ. അല്ലെങ്കിലും മലയാളികൾക്ക് എവിടെയും അവഗണനയാണല്ലോ. മലയാളിയോട് എയർ ഹോസ്റ്റസ്മാർക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം അല്ലേ? മലയാളി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. റൈറ്റ്. വളരെയധികം നന്ദി മുഹമ്മദ് പ്രതികരണം അറിയിച്ചതിന്. സഫദ് ബാബു, ഇത്തരത്തിൽ ചിലപ്പോഴെങ്കിലും എയർ ഹോസ്റ്റസ്മാരുടെയും അല്ലെങ്കിൽ വിമാന കമ്പനി ഭാഗത്തുനിന്നുണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വേദനിപ്പിക്കാറുണ്ട് യാത്രക്കാരെ. പലവിധ ടെൻഷനും അനുഭവിച്ച് വരുന്ന യാത്രക്കാരാണ്. അവരോട് അതേപോലെ പെരുമാറാൻ അല്ലെങ്കിൽ കൃത്യമായി നല്ല രീതിയിൽ പെരുമാറാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നാണ് സഫദ് ബാബു റഫീഖ് ഐരോത്തും പറയുന്നത്. അല്ല, ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു 98% അങ്ങനെ സംഭവിക്കാറില്ല. 1-2% അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ശരി തന്നെ, അതിലൊന്നും സംശയമില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് ടെൻഷനിൽ കയറി വരുന്നവരായി ഇവിടുന്ന്. ഇത്രയും ജോലിയെടുത്ത് ഇത്രയും ടെൻഷനൊക്കെ അടിച്ച് കയറി വരുന്നപ്പോൾ റഫീഖായിട്ട് പറഞ്ഞതിൽ സത്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നാട്ടിലെ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് എടുത്തിട്ട് ഓടിയാലെന്ന് വരെ തോന്നാറുണ്ട്. അതൊരു സത്യം തന്നെയാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളുടെ ടെൻഷനും അവർക്കും ടെൻഷൻ ഉണ്ട് ഈ കാര്യത്തില്. ഫ്ലൈറ്റിന്റെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് മുതൽ അത് റൺവേയിലെത്തി ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അത് വലിയ ടെൻഷനാണ്. ഏതെങ്കിലും ഒരു പാസഞ്ചർ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് ഓൾ എൻറ്റയർ പാസഞ്ചേഴ്സ്. അതാണ് അതിന്റെ പ്രശ്നം. അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണ്ടേ? കാരണം വെച്ചാല് നമ്മുടെ നല്ല കാര്യത്തിലും നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടി മാത്രമാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിഷയത്തിൽ നമ്മൾ മാറിപ്പോകും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഒബീഡിയന്റ് ഇതായിട്ട് ഇരിക്കണം. അതല്ലെങ്കിൽ അതുപോലെ ഗൈഡ് ഇടണം. മറ്റേത് സേഫ്റ്റി ഇൻസ്പെക്ഷൻ തരുന്നതിന് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ എയർ ഹോസ്റ്റസ്മാർക്കും ഇങ്ങനെ മിസ്ബിഹേവിയർ ഉണ്ടാവുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശശീന്ദ്രൻ എന്ന പ്രേക്ഷകരുണ്ട് അബുദാബിയിൽ നിന്നും. ശശീന്ദ്രൻ, പറഞ്ഞോളൂ. അത് ഞാൻ ഈ സംസാരം ഇങ്ങനെ കേട്ടോണ്ടെന്ന് ഞാൻ തേച്ച പരിപാടി കണ്ടിട്ടില്ല. ഇൻ ബിറ്റ്വീൻ ഞാൻ വന്നിട്ട് ജസ്റ്റ് കണ്ടതുകൊണ്ട് പറയാണ്. സാധാരണ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇവിടെ ഞാൻ കരിപ്പൂർ പോകുമ്പോഴേ എന്റെ വൈഫ് മരിച്ചിട്ട് ഡെഡ് ബോഡി അടക്കം ഞാൻ പോകുമ്പോൾ ഫ്ലൈറ്റ് കോഴിക്കോട് ലാൻഡ് ടച്ച് ചെയ്യുന്നതിന് മുമ്പിലേ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബാഗേജ് വലിച്ച് പാസഞ്ചർ എനിക്ക് എന്നെ വിളിച്ച് മുമ്പിൽ ഇറങ്ങാൻ വേണ്ടി ബോഡി റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും അവരെ ആൾക്കാരെ സമ്മതിക്കുന്നത്. ആദ്യം ഞങ്ങൾ നമ്മളെ നാട്ടുകാരാണ് നന്നാൻ വേണ്ടി. കാരണം അവിടെ എത്തുന്നതിന് മുമ്പ് മൊബൈൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുടുംബത്തിൽ വെച്ച് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്ത് ഞാൻ ടച്ച് ചെയ്ത് ഞാൻ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി എല്ലാവരും എഴുന്നേറ്റ് ബാഗേജ് ക്യാബിൻ തുറന്നിട്ട് എല്ലാവരും ഇരിക്കുന്നത്. ഇത്രയും വൃത്തിയായിട്ട് സംഭാവനകൾ ആദ്യം മാറ്റണം. ആര് കംപ്ലൈന്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഇന്റർനാഷണൽ ഒരു ഇതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ച് വാല്യൂ നമുക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും. അവർ എയർ ഹോസ്റ്റസ് നിങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്യും, അന്നേരം നിങ്ങൾ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞാലും ഫ്ലൈറ്റ് ടച്ച് ചെയ്യുന്നതിന് മുമ്പേ മൊബൈൽ ഫോൺ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാഗേജിന്റെ ക്യാബിൻ എല്ലാവരും വലിച്ച് തുറക്കും, എല്ലാവരും എഴുന്നേറ്റേക്കും. എന്നിട്ട് ബോഡി കൊണ്ടുവന്ന് എന്നോട് ഒരാൾ പറയണം ഞങ്ങളും എമർജൻസിയിൽ പോകുന്നതാണ്, എനിക്ക് മാത്രമല്ല നാട്ടിൽ കൊണ്ടുപോകുന്നത്, എന്റെ കൂടെ ഡെഡ് ബോഡി ഉണ്ടായിട്ട് ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകും. അത്ര ചീപ്പായിട്ടുള്ള ആൾക്കാരാണ്
പ്രത്യേകിച്ച് കരിപ്പൂർ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെയാണ് ആദ്യം നിങ്ങൾ നന്നാക്കേണ്ടത്. ഞങ്ങൾ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ഇന്റർനാഷണൽ പാസഞ്ചറിന്റെ വാല്യൂ ഉണ്ട്, അത് റെസ്പെക്ട് ചെയ്യണം. ഫ്ലൈറ്റിൽ കയറി അവരോട് റെസ്പെക്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. അല്ലാതെ വെറുതെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാൾ ഒരു കേസ് കൊണ്ട് കംപ്ലൈന്റ് ഒക്കെ എടുത്തിട്ട് കംപ്ലൈന്റ് കൂട്ടത്. മനുഷ്യത്വപരമായി പെരുമാറാൻ പഠിക്കണം ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇത് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ്. വളരെയധികം നന്ദി ശശീന്ദ്രൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. റഫീഖ് കൈരോത്ത്, മാന്യത രണ്ട് ഭാഗത്ത് നിന്നും നിർബന്ധമല്ലേ ഈ യാത്രയിൽ? യാത്ര ചെയ്യുന്ന അവരുടെ ഭാഗത്ത് നിന്നും യാത്ര ഒരുക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നും ആ രണ്ട് രീതിയിലുമുള്ള പെരുമാറ്റം ഒരുപോലെ നന്നായെങ്കിൽ മാത്രമല്ലേ സുഖകരമായുള്ള ഒരു യാത്ര നമുക്കുണ്ടാക്കാൻ കഴിയൂ. അത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ചെറിയ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. തീർച്ചയായും നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് വലിയൊരു റിയാലിറ്റിയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഏതൊരു ബിസിനസ്സിലും കസ്റ്റമർ സപ്ലയർ എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും കസ്റ്റമേഴ്സ് എങ്ങനെ പെരുമാറിയാലും സപ്ലയേഴ്സിന് അല്ലെങ്കിൽ എയർലൈന് ഇത്തരത്തിൽ പെരുമാറാനുള്ള അവകാശമില്ല, അധികാരമില്ല. അവര് കസ്റ്റമർ ഇസ് ദ കിങ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും അങ്ങനെ പെരുമാറാൻ പാടില്ല. അത് അവർ പെരുമാറുന്നു എന്നുള്ളത് അവരുടെ സ്ഥാപനത്തിനും അവരുടെ എയർലൈനിനും എല്ലാത്തിനും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമതൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രവാസികൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അദ്ദേഹം പറയുന്നത് പോലെ വലിയൊരു ഹൈ ക്ലാസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മാത്രമൊന്നല്ല ഇത്. ഇതിൽ എല്ലാതരം ആൾക്കാരും ഉണ്ട്. ചില സമയം 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാട് കാണുന്നതും കൊടുന്നതും ആൾക്കാരുണ്ടാവും. അവരുടെ ആ ഒരു അവര് വളർന്നു വന്ന അവര് ജീവിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് അത്തരം സ്വഭാവങ്ങൾ നമ്മളെ നാട്ടിൽ നിന്നല്ല ഏത് നാട്ടിലുള്ള അത്തരം പാസഞ്ചേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് മലയാളികളെ മാത്രം നമ്മൾ ഒറ്റപ്പെടുത്തി കാണേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാവും. അവർക്കൊരു വലിയൊരു ആകാംക്ഷ ഉണ്ടാവും. നാട്ടുകാർ അല്ലെ വീട്ടുകാർ എയർപോർട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അവരോട് വിഷയം പറയാനുള്ളത്. പിന്നെ ഇത് വീഴുന്നത് വരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഈ നിലം തൊടുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. പക്ഷേ നമ്മളുടെ സ്വഭാവം, എനിക്ക് തോന്നുന്നത് മീഡിയക്ക് വലിയൊരു റോൾ ഉണ്ടാവാം അത്തരം ഒരു ഇൻഫർമേഷൻ ക്യാമ്പയിൻ എന്താ പറയാ നടത്തുക എന്നുള്ളത്. കാരണം പൊതുജനത്തിന് മനസ്സിലാവണം എങ്ങനെ അവർ പെരുമാറണം, എന്താ അവർ ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നുള്ളത്. അത് അറിയാത്ത, അത് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പറ്റം ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ നമ്മളെ കുടുംബങ്ങളാണ്, നമ്മളെ നാട്ടുകാരാണ്, നമ്മളെ മലയാളികൾ തന്നെയാണ്. അത് മലയാളികൾ മാത്രമല്ല വേറെ നാട്ടുകാരുണ്ട്. അതുപോലെ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എങ്ങനെ നമ്മൾ പെരുമാറിയാലും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പെരുമാറിയേക്കാം അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ റൂഡായിട്ട് ഇവരോട് നിൽക്കണം എന്ന് എയർ ഹോസ്റ്റസ്മാർ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. അത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ കുട്ടികൾ കരയുന്ന അമ്മമാരോട് ഷൗട്ട് ചെയ്യുന്നത്, അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുന്നത്, ഇതൊക്കെ വെറും എയർ ഇന്ത്യ മാത്രമല്ല, ഞാൻ എമിറേറ്റ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം സ്വഭാവങ്ങൾ പലപ്പോഴും അവർക്കൊരു പുച്ഛമായിട്ടാണ് തോന്നുന്നത്. എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ക്ലാസ്. ഇപ്പോൾ കാസിം എന്ന പ്രേക്ഷകനുണ്ട് കാസർഗോഡ് നിന്ന്. കാസിം പറഞ്ഞോളൂ. ഹലോ, അവിടെ നിങ്ങൾ ഈ മലയാളികൾ എന്ന് ഈ ഫ്ലൈറ്റിൽ ഇതേ സംഭവമാണ്. ഹലോ പറഞ്ഞോളൂ. ഹലോ കാസിം കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഈ മലയാളികൾ എന്നും ഞങ്ങൾ വരുമ്പോൾ സംഭവം ഞങ്ങൾക്ക് എല്ലാ തരത്തിലും കാണുന്നതാണ്. മലയാളി എന്നും കള്ളു കുടിച്ച് മദ്യപിച്ച് ഇങ്ങനെ പറയുന്ന സംഭവമാണ്. റൈറ്റ്. വളരെയധികം നന്ദി കാസിം പ്രതികരണം അറിയിച്ചതിന്. സഫദ് ബാബു, ഒരുപക്ഷെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്ന എയർ ഹോസ്റ്റസിനെ അമ്മ സ്ട്രൈക്കേഴ്സ് താരങ്ങൾ കമന്റ് അടിക്കുകയും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ തുടർന്നാണ് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ പ്രഗത്ഭരായ ഇന്ത്യൻ ടീം അംഗങ്ങളൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിരവധി യാത്ര നടത്തുകയും ആ യാത്രയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്യുന്നതാണ്. പക്ഷേ അവർ പുലർത്തുന്ന മര്യാദകൾ, മാന്യത പോലും നമ്മുടെ മലയാളി താരങ്ങൾ ഇന്നലെ പുലർത്താതിരുന്നതല്ലേ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഭവത്തിലേക്ക് വഴിതെളിച്ചത്? അതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എയർലൈൻ ഇൻഡസ്ട്രിയെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ റഫീഖ് അയറോത്ത് പറഞ്ഞ പോലെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ ആണ് വന്നിരിക്കുന്നത്. ഹൂ ഈസ് ഗിവിംഗ് ദ ബെസ്റ്റ് സർവീസ്? പാസഞ്ചറിന് ഇപ്പൊ അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ കുറഞ്ഞ പൈസ കിട്ടുമോ അങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥക്കല്ല. ബെസ്റ്റ് സർവീസ് ഓൺ ടൈം, ഇതാണ് എയർലൈൻ ഇൻഡസ്ട്രിയിൽ എല്ലാവരും നോക്കുന്നത്. ഈ ബെസ്റ്റ് സർവീസ് കൊടുക്കുന്നത് ആരാണോ അവർക്ക് ആ ഫ്ലൈറ്റിൽ ആൾക്കാർക്ക് പോകാൻ താല്പര്യം. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ദിവസം 100, 400, 500 ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ് വിടുന്നത്. ആൾക്കാർ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് നല്ല ഓൺ ടൈം ഫ്ലൈറ്റ് ഏതാ പോകുന്നത്. ഐ ഹാവ് നോ ടൈം, ഐ വാണ്ട് ടു റീച്ച് ദിസ് ടൈം ഇൻ ദ ഫ്ലൈറ്റ്. ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വിൽ ഗെറ്റ് ഡിലേഡ്.
ഒരാൾ ഫ്ലൈറ്റിൽ അതായി ബോർഡായി കഴിഞ്ഞാൽ അയാളുടെ മിസ്ബിഹേവിയർ കൊണ്ട്, അയാളുടെ മാനറിസം കൊണ്ട് അയാൾ ഓഫ് ലോഡ് ആകാൻ ഡിസംബർക്ക് ചെയ്താൽ എത്ര പ്രൊസീജിയർ എന്ന് പറയാം. രണ്ടാമത് ആ ഫ്ലൈറ്റ് എടുക്കണമെങ്കിൽ കംപ്ലീറ്റ് ബാഗേജ് ഓഫ് ലോഡ് ചെയ്യണം. ആ ഓഫ് ലോഡ് ചെയ്ത ബാഗേജ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഇയാൾ ഒരു ബാഗേജിന് വേണ്ടി കംപ്ലീറ്റ് ഓഫ് ചെയ്ത് രണ്ടാമത് ലോഡ് ചെയ്യണം. ഇതൊക്കെ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ഇതിന് എയർലൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? അവര് പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫീ കൊടുക്കണം, അതിനുള്ള ലേറ്റ് ഫീ കൊടുക്കണം. കുറച്ച് സമയം വൈകി കഴിഞ്ഞാൽ ഈ ക്രൂ മെമ്പേഴ്സിനെ കിട്ടില്ല. അവർക്കൊരു ലിമിറ്റഡ് ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ക്രൂ മെമ്പർ ഒരിക്കലും വരില്ല. അവർ പറഞ്ഞ സമയം കഴിഞ്ഞാൽ അവരങ്ങ് പോകും. ആ ഫ്ലൈറ്റ് അങ്ങ് യാത്ര അങ്ങ് മുടങ്ങും. ഇതൊക്കെ നമ്മളുടെ മിസ്ബിഹേവിയർ കൊണ്ട് വരുന്നതാണ്. സമയപരിമിതി മൂലം ഇടപെടുകയാണ് സഫത്ത് ബാബു. വളരെയധികം നന്ദി റഫീഖ് ഐരോദ്, അതുപോലെ സഫത്ത് ബാബു, ഒപ്പം പ്രതികരണം അറിയിച്ച പ്രേക്ഷകർക്കും. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിൽ പ്രധാന വാർത്തകൾ ഒരിക്കലും. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.